സൗന്ദര്യം എന്ന് പറയുന്നത് ബാഹ്യമായ ഒന്നല്ല, അതൊരു വ്യക്തിത്വത്തിന്റെ പേഴ്സണാലിറ്റിയുടെ ഭംഗിയാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ ബാഹ്യമായ ഒരു ഇതിലേക്ക് ഏറ്റെടുക്കുന്നു? യുദ്ധഭൂമിയിൽ ഒരു പുതിയ സൗന്ദര്യ മത്സരങ്ങളിലൊക്കെ പലപ്പോഴും സ്ത്രീയുടെ ശരീരം അത് പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല. ഈ ശരീരം വിൽപ്പന ചരക്കല്ല എന്ന മുദ്രാവാക്യവുമായി തെരുവോരത്തെ പോസ്റ്റർ മുതൽ സിനിമ വരെ നിങ്ങൾ ബഹിഷ്കരിക്കുന്നു. ആ നിങ്ങളോ ഈ ജനല് കർട്ടനൊക്കെ മറച്ച് മതിൽ കെട്ടേണ്ട പ്രായം കഴിഞ്ഞില്ലേ? ആരെ കാണിക്കാനെ ചായക്കാരി പൂശി തേച്ച് ഇവിടെ സ്ത്രീയുടെ ശരീരം കമോഡിഫൈ ചെയ്യുന്നു, ഒബ്ജക്ടിഫൈ ചെയ്യുന്നു. എന്ന് വെച്ചാൽ സ്ത്രീയുടെ ശരീരം വസ്തുവായി മാറുന്നു. ഈ നാടിത് എങ്ങോട്ടാ പോകുന്നത് എന്റെ ഭഗവാനെ? ഒരു നഗ്നതയുള്ള ശരീരത്വം ഒരു സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ പുരുഷന്റെ ബ്രെയിനിൽ ഏതു ഭാഗമാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ശാസ്ത്രീയമായി fMRI സ്കാനിംഗ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആളുകളൊക്കെ കണ്ണ് തള്ളിയിരിക്കുക. നീ എന്റെ അടുത്ത് വരാൻ എന്റെ ഇത്ര വൈകിയത്? സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ പുരുഷന്റെ തലച്ചോറിൽ പ്രത്യേകിച്ചും പോസ്റ്റ് സെൻട്രൽ ഗൈഡൻസ് പോലെയുള്ള ഒബ്ജക്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യുന്ന സെന്ററുകളാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ സ്ത്രീയെ, നഗ്നത കാണുന്ന സ്ത്രീയെ സമൂഹം അല്ലെങ്കിൽ പുരുഷന്മാർ പ്രത്യേകിച്ച് കാണുന്നത് ഒരു വസ്തുവായി മാത്രമാണ്. എന്തൊരു അറിവാ നിനക്ക്. കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ, ഞാൻ പോയില്ല, വേറെ പണിയില്ല. സത്യം സത്യം. നമ്മൾ കേരളത്തിലുള്ള എവിടെയാണ് നിങ്ങൾ ഈ പറയണ നഗ്നതാ പ്രദർശനം നടത്തിയ കേരളത്തിലെ ഒരു ബ്യൂട്ടി പേജന്റ് നടന്നിട്ടുള്ളത്? ഞാനൊരു ടീച്ചറാണ്. ഒരു പോയിന്റ്, ഞാനൊരു ടീച്ചർ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ 2019 മിസ്സസ് കേരള ടൈറ്റിൽ വിന്നർ ആയത്. ഭയങ്കരി, ഇതിപ്പോ കടുവായ കിടുവ പിടിച്ചതുപോലെ ആയല്ലോ. താങ്കളുടെ സ്കൂൾ, താങ്കൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ എല്ലാ വാർഷിക പരീക്ഷയും നടക്കുന്ന സമയത്ത്, പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുന്നത് ഒരു സൗന്ദര്യ മത്സരങ്ങളോടെ നിങ്ങൾ നടത്താൻ ആ കുട്ടികളുടെ മാതാപിതാക്കളെ സമ്മതിക്കോ? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? ദുഷ്ട പട്ടി തെറ്റി തെറ്റുന്ന ആദി. മനസ്സുകളിൽ മാറി വെല്ലുണർത്തുന്ന മധുരവികാരമാണ് സ്നേഹം. പക്ഷെ മനുഷ്യ ശരീരത്തിന്റെ മാറ്റം കുറിക്കുന്ന ഒന്നാണ് ഏതൊരു മനുഷ്യന്റെയും ശരീരം. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? ചേട്ടൻ ആ ശരീരം ശരിയാക്കാം. അപ്പൊ ചേട്ടൻ ഫാഷൻ ഷോയ്ക്ക് കയറാൻ തോന്നും. ആദ്യം ചേട്ടൻ ആദ്യം ചെയ്യേണ്ടത് ചേട്ടന്റെ കുഴപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ പറയുമ്പോ ഞാൻ വലിയൊരു സമൂഹത്തിന് ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു സൗന്ദര്യ മത്സരത്തിലും ഞങ്ങൾ ബിക്കിനിയോ അല്ലെങ്കിൽ ശരീരമോ നിങ്ങൾ അത് പറഞ്ഞാണ് മാർക്കറ്റ് ചെയ്യണത്. പുറത്താക്കും പറഞ്ഞേക്കാം. പിന്നെ ഈ കര മുഴുവൻ നിന്റെ തൊണ്ടയ്ക്ക് ശ്രീധനം കിട്ടിയല്ലടാ. ഒന്നാമത്തെ ഇവിടെ പറഞ്ഞു ബിക്കിനി ഇട്ടുകൊണ്ടല്ല ചെയ്യുന്നത്. ബിക്കിനി പ്രശ്നമാണോ? ബിക്കിനി ഇട്ടുകൊണ്ടുള്ള ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? ഫാഷൻ ഇൻഡസ്ട്രി ബിക്കിനി ഇടുന്നതിനെതിരാണെന്നാണോ? അല്ല, അത് വെറുതെ ഉള്ള ഒരു വാദം മാത്രമാണ്. സ്ത്രീകളെ കുറിച്ച് മാത്രം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു. ഇവിടെ ഈ ഫാഷൻ ഇൻഡസ്ട്രി എടുത്തു നോക്കിയാൽ അവിടെ ബില്യൺ കണക്കിന് ഡോളറുകൾ ഒഴുകുന്നത് സ്ത്രീ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഷൈല ജഫ്രീസിനെ പോലെയുള്ള ആളുകൾ അവരുടെ പുസ്തകത്തെ പേരെന്തറിയോ? ഇൻഡസ്ട്രിയൽ വജൈന എന്നാണ്. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഇൻഡസ്ട്രിയൽ വജൈന എന്ന പുസ്തകം എഴുതിയത് റാഡിക്കൽ എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. നമ്മുടെ എല്ലാ സെൻസസിലും ഏറ്റവും പവർഫുൾ വിഷനാ. സൗന്ദര്യത്തിലെടുത്ത് നമ്മൾ നോക്കും. നഗ്നത എന്നുള്ളത് ഒരു പെർസെപ്ഷൻ അല്ലേ? ഇവരുടെ ചിന്തയിലുള്ള ഒരു മിസ്റ്റേക്ക് അല്ലേ എന്നാണ് എന്റെ ചോദ്യം. മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യും, കയ്യോടെ തന്നുവിടാം. ആയിക്കോട്ടെ, സന്തോഷം. വിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞല്ലോ, ഇവിടെയാണ് സെക്ഷൽ ഡൈമോഫിസം ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. അതായത് ആണിന്റെ വിഷനും പെണ്ണിന്റെ വിഷനും വ്യത്യസ്തമാണ്. ആണ് പെണ്ണിന്റെ നഗ്നത കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സയൻസിനെ നിഷേധിക്കരുത്. ആണ് സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ ചിന്തകൾ ഉണ്ടാകും എന്നുള്ളത് പ്യുവർ സയൻസ് ആണ്. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാം. യുവമാരുടെ തലക്കൊക്കെ പ്രാന്താണ്. ഇവിടെ താളത്തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ട? ബോഡി കാണിക്കാന്നുള്ളതല്ല, അവരുടെ ഡ്രസ്സ്, ഓരോ കമ്പനികളുടെ ഡ്രസ്സ് കാണിക്കാന്നുള്ളതാണ് ഡിസൈൻ ഷോ എന്ന് വെച്ചാ. അല്ലാണ്ട് ഫാഷൻ ഷോ അത് ബിക്കിനിയുടെ ബിക്കിനിയുടെ ബിക്കിനി കാണിക്കേണ്ടി വരും. എന്റെ പഴയ ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. എനിക്ക് കലി വന്നാൽ ഞാൻ ഇറങ്ങി അടിക്കാൻ പറയും കേട്ടോ. നിനക്കൊക്കെ കൂവിത്തള്ളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്കുവാകാൻ തകയില്ല. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? കൊച്ചുകുട്ടികൾ ഒന്നിങ്ങനെ ഫാഷൻ ഷോയിൽ നിരന്ന് വന്നിട്ട് ആ ഒരു പ്രൈസ് മേടിക്കുന്ന സമയത്ത് നമ്മുടെ കാരണവന്മാർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മൂളമ്പാന്ന് കേട്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ അസുഖമുള്ളവന്മാരെ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം, മനസ്സിലായോ? അല്ലെങ്കിൽ വീട്ടിൽ പൂട്ടിയിടണം, അല്ലാതെ നടു റോട്ടിൽ മേയാൻ വിടരുത്. ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
പുരുഷന്മാർക്ക് തോന്നുന്നത് ലൈംഗികതയാണ് എന്നുള്ളത്. ചോദിച്ചു സാറിനോട്. മെഡിക്കൽ ഫീൽഡിൽ ഓങ്കോളജി ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്. ഒരു ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീയുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നത് ഒരു ഓങ്കോളജി ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും ആ ബ്രസ്റ്റിനെ കാണുന്നത്? ആളൊരു ഭയങ്കര തന്നെ. ഉത്തരം പറ. അത് പറങ്ങട്. ഒന്നാമത്തത് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതല്ല, മറിച്ച് ഒരാളുടെ വിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുരുഷന്റെ തലച്ചോറിൽ എന്ത് സംഭവിക്കും? ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ അവന്റെ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ആക്ടിവേറ്റ് ആകും എന്നുള്ളത് ബയോളജിയാണ്. കലക്കി കളഞ്ഞു. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഈ പറഞ്ഞ ബയോളജി നിഷേധിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം അതാണ്. നിഷേധിക്കുന്നുണ്ട്, പിന്നെ ഒന്നും പറയാനില്ല. ശാസ്ത്ര വിരോധികളോട് ഒന്നും പറയാനില്ല. പുരുഷന് ചിന്തകൾ ഉണ്ടാവും. ചിന്തയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സുഹൃത്തുക്കളെ ഈ പറഞ്ഞ പ്രക്രിയകളൊക്കെ നടക്കുക? ഒരു ആണിന് കണ്ടാൽ തോന്നലുകൾ ഉണ്ടാകും. അവിടെയാണ് നമ്മൾ പറയുന്നത്, അവിടെ പബ്ലിക്കിൽ ചില റെസ്ട്രിക്ഷൻസ് ആവശ്യമാണ്. കൊള്ളാലോ നീ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. എപ്പോ ഉണ്ടാവണം ആ ചിന്തകൾ? അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. മറിച്ച് ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു പെൺ സുഹൃത്ത് വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന അവളുടെ വസ്ത്രം ഇതയായി, നിങ്ങൾക്ക് ആ ചിന്തയാണോ ആദ്യം ഉണ്ടാവുക? അതോ അവൾക്ക് രക്ഷണമെന്നാണോ? പറയാം. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. ഒരു നോർമലായ സ്ത്രീ പുരുഷ ഇന്ററാക്ഷൻ ഉള്ള ബയോളജി ഞാൻ പറഞ്ഞതിനെ നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിഷേധിക്കാം. അതിന് ശാസ്ത്ര വിരുദ്ധരാണ്. ഞങ്ങൾ ശാസ്ത്രം എന്തായാലും എടുക്കൂല. ഞങ്ങൾക്ക് തോന്നൽ ഇതാണ്, അതേ എടുക്കുള്ളൂ എന്ന് പറയാൻ ഒന്നും പറയാനില്ല. ഇവിടെ ഗൈനക്കോളജിസ്റ്റ് ആവട്ടെ, ഒരു അപകടത്തിൽ സഹായിക്കുന്നതാകട്ടെ, അപകടത്തിൽ സഹായിക്കുമ്പോൾ അവന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതും അവിടെ ആക്ടിവേറ്റ് ആകുന്നതും വേറെ സെന്റൻസ് ആണ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപകടത്തിൽപ്പെട്ടാൽ ഒരാളെ സഹായിക്കുമ്പോൾ അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്ന ബ്രെയിൻ സെന്റേഴ്സ് വേറെയും, നോർമലായ ഹ്യൂമൻ ഇന്ററാക്ഷനിൽ നോർമൽ അവസ്ഥയിൽ ആക്ടിവേറ്റ് ആകുന്ന സെന്റേഴ്സ് വേറെയുമാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, നോർമൽ അവസ്ഥയിൽ ഒരു ആണിന് പെണ്ണിന്റെ നഗ്നത കണ്ടാൽ സെക്ഷൽ സ്റ്റിമുലസ് ഉണ്ടാകും. അവൻ നോർമൽ ആണെങ്കിൽ താൻ കലക്കി ഒരു ആൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ കുട്ടി ആണാണെന്ന് ജനിച്ചപ്പോഴേ അറിഞ്ഞതാണ്. ഞാനും ഒരു മോഡലാണ്. ഞാനും ഫാഷൻ ഷോ ചെയ്തിട്ടുണ്ട്. സോ എന്റെ കൂടെ നിൽക്കുന്ന കോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാര് ദേ ഓൾസോ ഡ്രസ് എക്സ്പോസീവ്, ഐ മീൻ മെൻ. എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ സാർ, ഇതിൽ കുഴപ്പമുണ്ടോ? ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അച്ഛതൊക്കെ. അപ്പൊ എന്താ രാമനാഥ ഒരു നെക്സ്റ്റ് ചോയ്സ്? ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരു കോഴ്സ് ഉണ്ട്. എന്താ? എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചയക്കുക. എനിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുരുഷന്മാരെ കാണുമ്പോൾ തോന്നുന്നില്ല, തിരിച്ച് അവർക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, വളരെ കറക്റ്റ് ആണ്, ജെന്യൂൻ ആണ് പറഞ്ഞത്. പെണ്ണിന് വിഷൻ വഴി അങ്ങനെ തോന്നില്ല, അത് ബയോളജിയാണ്. ആണിന് വിഷൻ വഴി തോന്നും, അതും ബയോളജിയാണ്. ഇതിപ്പോ പാണ്ടാൻ തേച്ചത് വെളുപ്പായി എന്ന് പറഞ്ഞ പോലായി. പെണ്ണിന് പെട്ടെന്ന് ആണിനോട് സെക്ഷൽ തോട്ട്സ് വരൂല, പക്ഷെ ആണിന് വിഷൻ വഴി എന്ത് വരും? സെക്ഷൽ തോട്ട്സ് വരും. ഇത് ബയോളജിയാണ്. ഇവിടെ ഒന്നും അത് മനസ്സിലാക്കേണ്ടത്, പെണ്ണിന് വിഷ്വൽ സ്റ്റിമുലൈ അല്ല പ്രൈമറി സ്റ്റിമുലൈ എന്ന് പറയുന്നത്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സെക്ഷൽ തോട്ട്സ് വരണമെന്നുണ്ടെങ്കിൽ കെയറിംഗ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമേ പറ്റുള്ളൂ. അതിന് നമ്മൾ അണ്ടർ പെർസെപ്ഷൻ ബയാസ് എന്ന് പറയും. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടാ. ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയാ, അതിന് നമ്മളായിട്ട് തടയാതിരുന്നാ മതി. ഒരു സൊസൈറ്റി ഒരിക്കലും ഉട്ടോപ്പിയൽ സൊസൈറ്റി ആയിരിക്കില്ല. ഇവിടെ ഗോവിന്ദച്ചാപ്പിമാരുണ്ട്, ഇവിടെ പലതരത്തിലുള്ള തോട്ട്സ് ഉള്ള പുരുഷന്മാരുണ്ട്. അവരുടെ മുമ്പിലേക്ക് സ്ത്രീ ശരീരം തുറന്നു വെക്കുമ്പോൾ അതിന് അതിൻ്റെതായ കോൺസിക്വൻസ് ഉണ്ട്. ബയോളജിക്കലി അത് ഉണ്ട്. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ പോലെ നിൽക്കുക. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ.